അല്ല, എനിക്ക് അറിയാൻ വയ്യാഞ്ഞൊരു ചോദിക്കുക, നിങ്ങൾക്കാർക്കും വിശപ്പുണ്ടാകുമൊന്നും ഇല്ലേ? എന്റെ സുരേന്ദ്ര, നിനക്ക് ഈ തീറ്റക്കാരല്ലാതെ വേറെ ഒന്നും സംസാരിക്കാനില്ലേ? ഉണ്ട്, ഒരുപാടുണ്ട്. ആലുവ മണപ്പുറത്തെ ശിവരാത്രിയുടെ വിശേഷം. വേലി കിടന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തടുത്ത് വെച്ചിട്ട് വേണ്ടാത്ത എവിടെ അടുത്ത് വെച്ചാ ഒറ്റ തൊഴിയുന്നുണ്ടല്ലോ. പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തനാ. ഓ, അത് ശരി. നിങ്ങളൊക്കെ ഓക്കിയന്മാര്, ഞാൻ പ്രശ്നക്കാരൻ. ദേ, ഒരുമാതിരി പാലത്തിൽ കെട്ടിയിട്ട് വലിക്കണ പണി കാണിക്കരുത്. നിങ്ങൾ തമ്മിൽ അടിച്ച് പ്രശ്നം ഉണ്ടാക്കി നടക്കണ ആരുമില്ല, ആലോചിക്ക്. അങ്ങനെ വരട്ടെ, ഞാൻ പറയാം ഐഡിയ. ഐഡിയ പറ കേക്കട്ടെ. വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ അവര് ഭക്ഷണം ഇവിടെ എത്തിക്കില്ലേ? എത്രയായാലും മേനോൻ സാറിന്റെ അനന്തരങ്ങളാണേ. അത് ശരിയാവില്ല അല്ലേ? എങ്കിൽ മായ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നമുക്കുള്ള ഭക്ഷണം പാഴ്സലായിട്ട് കൊണ്ടുവരട്ടെ. ഐഡിയ തീർന്നില്ല. പറഞ്ഞിട്ടോ. നമ്മളെ ചുബയെ തട്ടിക്കൊണ്ടുവരാൻ പോയപ്പോ ഒരു മുഖം മൂടി വെച്ചോണ്ട് പോയില്ലേ? അങ്ങനെ ഒരെണ്ണം വെച്ചോണ്ട് പോയാ പിന്നെ ആളെ തിരിച്ചറിയില്ലല്ലോ. സുരേന്ദ്ര, അവൻ പറഞ്ഞത് മണ്ടത്തരമാണെങ്കിലും നമുക്ക് ആ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. പക്ഷെ പകല് പറ്റൂല, റിസ്ക് ആണ്. ഈനാം ബീച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടു? അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഭാഷ ഒരു തടവ് സ്വന്ന, അത് 100 തടവ് സ്വന്ന മാതിരി. ഭാഷ 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 എങ്ങനെ ഉണ്ട് എന്റെ ഐഡിയ? ബെസ്റ്റ് ആയിട്ടുണ്ട്. ആ മുഖത്തിന്റെ വൃത്തികേട് മാറി കിട്ടി. എടാ കൊരങ്ങ, നീ പാന്റ് ഇടാതെ ഈ മുണ്ട് കൊടുത്തോണ്ട് ഹെൽമെറ്റും വെച്ചോണ്ട് പോയി ആൾക്കാർക്ക് സംശയം തോന്നില്ലേ? പോയി പാന്റ് ഇടാ. പിന്നൊരു കാര്യം, റോഡിൽ ഇറങ്ങിയാൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരോടും സംസാരിച്ചു പോകരുത്. സംസാരിക്കാതെ പിന്നെ എങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്യണേ? ഓഹ് എടാ, അനാവശ്യമായിട്ട് സംസാരിക്കരുതെന്നാ പറഞ്ഞത്. ഈ ഹെൽമെറ്റ് വെച്ചാൽ ചെവി കേൾക്കാൻ പറ്റുമോ? പിന്നെന്താ, ഹെൽമെറ്റ് വെച്ചാൽ ചെവി കേൾക്കാൻ പറ്റും. ഓ എന്റെ ഈശ്വരാ, എന്റെ അമ്മൂമ്മയ്ക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിക്കൊടുക്കണം. അതെന്തിനാ? അമ്മൂമ്മയ്ക്ക് തീരെ ചെവിയായിട്ടൂടാ. പോയി പാന്റ് ഇടാ. അമ്മൂമ്മ ഭാഗ്യവതി, നിന്നെ സഹിക്കണ്ടല്ലോ. അണ്ണാ, ഈ പോസ്റ്റ് ഓഫീസിലേക്ക് പോണ വഴിയേതാ? എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ട് അടങ്ങോളാണേ. റോഡിൽ ഇറങ്ങിയ മുണ്ടി പോരുന്ന പറഞ്ഞേങ്ങനെ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിഡേ. എന്ത് വേണം? 4 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് വേണം. ബാക്കി 3 പേര്? അത് ഞാൻ കൊന്നാലും പറയില്ല. എന്താ വേണ്ടത്? 4 മീൻസ് പോയി എടുത്തോണ്ട് വാടേ. എന്തൊക്കെ ഉണ്ടല്ലോ ആ വിശേഷങ്ങൾ? അങ്ങനെയൊക്കെ കഴിഞ്ഞു പോണു. ഈയിടെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോലെ ഇത്തിരി ജാസ്തിയാണെന്ന് തോന്നുന്നു, ഇല്ലേളിയാ? പിന്നെ 2 കോളേജ് മുമ്പിലെ തട്ടിക്കൊണ്ട് ആ പാവ ഓട്ടോ ഡ്രൈവറെ കൂരനായ കാതിനെ പിടിച്ചു ആവോ? പോലീസ് വല വീശിട്ടുണ്ട്. വല വീശാൻ അവരെന്താ മീന? ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാ ധൈര്യമായിട്ട് പെൺപിള്ളേർ ഓട്ടോറിക്ഷയിൽ കയറുക? അമ്മ പെങ്ങന്മാരെയും കൂട്ടി എങ്ങനെ ഒരു അമ്പലത്തിൽ കഥാപ്രസംഗത്തിന് പോവുക? ഇല്ലേ ബ്രദറെ? ഓരോരോ കാലക്കേടേ. അയ്യോ തല! അയ്യോ കള്ളൻ! കള്ളൻ എന്നെ ഓട്ടിക്കുന്നേ! ഹെൽമെറ്റ് ഒന്ന് മയങ്ങാൻ സമ്മതിച്ചില്ലല്ലോ. എന്താ ഒരു ബഹളം? എന്താ അവിടെ? എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? ഒന്ന് മാറും, ഒന്ന് മാറി നിൽക്കൂ. എന്തിനാ ഈ സാധു ഇവനവിടെ പോയി ഭക്ഷണം കണ്ടുപിടിക്കാൻ പോയി? ആർക്കറിയാം? എന്ത് പറ്റിടാ? എന്ത് പറ്റിടാ? ഭക്ഷണം അവിടെ അവറച്ചൻ കണ്ടു. ദൈവമേ, അവറച്ചൻ കണ്ടോ? അയാൾ കൂട്ടി വരുന്നുണ്ടോ? അവിടെ അടി കൊണ്ട് കിടക്കുക. നീ എന്തിനാ അയാൾ അടിക്കാൻ പോയത്? ഞാനല്ല, എനിക്ക് കിട്ടേണ്ട അടി അയാൾ മേടിച്ചു. ഇനി നമ്മളോട് താമസിക്കുന്നത് ശരിയല്ല. ഉടനെ രക്ഷപ്പെടണം. രക്ഷപ്പെടാമെന്ന് വെച്ചാ നമ്മളിനി എങ്ങോട്ട് പോകും? അതിനൊക്കെ വഴിയുണ്ട്. പെട്ടെന്ന് തയ്യാറാവണം. വേഗം കയറ്. മധു, എങ്ങോട്ടാ നമ്മൾ പോണത്? പോലീസിനും പട്ടാളത്തിനും എത്തിപ്പെടാൻ പറ്റാത്ത സുരക്ഷിതമായ സ്ഥലത്തേക്കാ പോകുന്നേ. മായ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളില്ലേ കൂടെ. പുരാണമൊക്കെ പിന്നെ പറയാം. ആരെയും കാണുന്നതിന് മുമ്പ് കയറി. വാ കേറ്.
നിർത്തരുത്, ദേ സുശീലൻ. സുശീല എന്നാ വിട്ടോ. അല്ലെങ്കിൽ നിർത്ത്, കാര്യങ്ങൾ അറിയാം. ദൈവമേ, നിറയെ ആർട്ടിസ്റ്റുകളാണല്ലോ. സുശീലൻ അറിയാതെ ഒരു പ്രോഗ്രാമോ? നിനക്ക് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇത് മുഴുവൻ ആ, സുശീല, ഇത് ഞങ്ങളാ. എടാ, ഇത് നിങ്ങളായിരുന്നോ? നിങ്ങൾ ഇത് എവിടെയായിരുന്നു? നിങ്ങൾ അന്വേഷിക്കാൻ സ്ഥലമില്ല. നിങ്ങളെ കിട്ടിയ പോലീസ് ഇടിച്ച് നുറുക്കും. സംസാരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടിയിറങ്ങി ഇടികൊള്ളേ. വണ്ടി എടുത്ത് എല്ലാം കൂടി അങ്ങോട്ടാടി രാത്രിയില്. ആരാടാ മുഖം മറച്ചിരിക്കണ ഡയറി വെച്ച്? ഡയറി മാറ്റണ. നീയാണല്ലേ എടാ, നീ പിന്നെ തുടങ്ങിയല്ലേ ഈ പരിപാടി? നിന്നെ ആരാ സ്റ്റേഷനിൽ പറഞ്ഞു?